വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ്ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇഡ്ഡലി മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിനു വേണ്ടി നമ്മൾ അരിയോ ഉഴുന്നോ ഒന്നും കുതിർക്കോ അല്ലെങ്കിൽ അരയ്ക്കോ അങ്ങനെയൊന്നും വേണ്ട. ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ല സ്വാദുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നമ്മളൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1.5 കപ്പോളമുള്ള അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അരിപ്പൊടി ഇത് വറുത്തതോ വറുക്കാത്തതോ ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ്. അത് 1.5 കപ്പോളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അരിപ്പൊടി 1.5 കപ്പ് അരിപ്പൊടി എടുക്കുമ്പോൾ അതേ അളവിൽ 1.5 കപ്പോളമുള്ള തൈര് ചേർക്കണം. അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഏത് ഗ്ലാസ്സിലാണോ അരിപ്പൊടി അളന്നത് അതേ ഗ്ലാസ്സിൽ വേണം തൈര് വളക്കാനായിട്ട്. തൈരിന് പുളി കൂടുതലാണെങ്കിൽ അതനുസരിച്ച് കുറച്ച് ഉപയോഗിക്കുക. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഈ തൈരും അരിപ്പൊടിയും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മളൊരു ഇഡ്ഡലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസി വരുന്നത് വരെ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മളിതിനകത്ത് ഒഴിച്ചിരിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് സാധാരണ വെള്ളമാണ്, ചൂടുവെള്ളമോ അങ്ങനെയൊന്നുമല്ല. പൈപ്പിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള ഒരു സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ട് ഒന്ന് ആക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് ഇത് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1/2 ടീസ്പൂണോളമുള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം കേട്ടോ. ബേക്കിംഗ് സോഡ ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോളമുള്ള ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറിനേക്കാളും കുറവാണ് ബേക്കിംഗ് സോഡ എടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ, ഇപ്പോൾ ബേക്കിംഗ് പൗഡർ ചേർക്കുന്ന ആൾക്കാരാണെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കുക. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണാം, നമ്മൾ ഈ ഒരു ബേക്കിംഗ് സോഡ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഇങ്ങനെ പോലെ ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. ഇനി ബേക്കിംഗ് സോഡയ്ക്ക് പകരം വേറെ ഞാൻ പറഞ്ഞ പോലെ ബേക്കിംഗ് പൗഡർ, ഇനി അതും അല്ലെന്നുണ്ടെങ്കിൽ ഈനോ സോൾട്ട് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പം എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഈനോ സോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതെന്ന് പറയുന്നത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഞാനിതൊരു കയ്യിൽ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്, കണ്ടോ, അതിങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട്. അതിങ്ങനെ പുളിച്ച് വരുന്നതാണ് നമ്മുടെ മാവ്. അപ്പോൾ ഈ ഒരു മാവ് റെഡിയായി നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇത് മാറ്റി വെക്കുകയോ ഒന്നും പൊന്താൻ വേണ്ടി വെക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട, അല്ലെങ്കിൽ പുളിക്കാൻ വേണ്ടി ഒന്നും വെക്കേണ്ട. നേരെ തന്നെ നമുക്കിത് ഇഡ്ഡലി തട്ടിലോട്ട് കോരി ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടിൽ അല്പം എണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മാവ് ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഇഡ്ഡലി റെസിപ്പിയാണിത് കേട്ടോ. ഇപ്പോൾ നമുക്കിപ്പോൾ എവിടേക്കും പെട്ടെന്നൊരു യാത്ര കഴിഞ്ഞ് വന്ന് പെട്ടെന്ന് നമുക്കൊരു ഡിന്നർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടണം എന്നൊക്കെ ഒന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു ബെസ്റ്റ് റെസിപ്പി എന്ന് പറയുന്നത്. നിമിഷം നേരം കൊണ്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് ദോശ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കാൻ പറ്റില്ല. ഒത്തിരി നമ്മൾ പരത്തിയൊക്കെ എടുക്കില്ലേ, വളരെ ലൈറ്റായിട്ട് മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നെയ് റോസ്റ്റ് പോലെയൊന്നും വരത്തില്ല. പക്ഷെ നമുക്ക് തട്ടുദോശ കണക്കിന് നമുക്കതൊരു ചെറിയൊരു വട്ടത്തിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി തട്ടിൽ മാവൊക്കെ ഒഴിച്ച് ഇവിടെ റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോൾ അത് വെച്ച് ഏകദേശം ഒരു 8 മിനിറ്റോളം ഞാൻ ആവി കയറ്റെടുത്തു. നോക്കിക്കേ, നമ്മുടെ നല്ല സൂപ്പറായിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ അരി കൊണ്ട് അല്ലെങ്കിൽ ഉഴുന്നുകൊണ്ടല്ല ഇത് ഉണ്ടാക്കിയതെന്ന് കണ്ടാൽ തന്നെ പറയില്ല, അത്രയും നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇതെന്തായാലും ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം ഞാനിതൊന്ന് എടുത്ത് കാണിക്കാം. അപ്പോൾ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് പുറത്തേക്ക് എടുക്കണം. നോക്കിക്കേ, നമ്മുടെ ഇഡ്ഡലി ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാൻ കാണിക്കാം, കണ്ടോ, ഇതിന് ഒരു ഷേപ്പിന് വ്യത്യാസമൊന്നുമില്ല. ഇത് നമ്മൾ സാധാരണ ഒരു അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇഡ്ഡലിയാണ്. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നതും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് വേണ്ടി ഒരു 5 മിനിറ്റ് സമയമാണ് എടുക്കുന്നത്. പിന്നെ തൈര് ചേർക്കണം നിർബന്ധമായിട്ടും, കാരണം തൈരിന് പകരം വേറൊരു ഓപ്ഷൻ ഇല്ല. നമ്മൾ ഉഴുന്നൊക്കെ ചേർക്കുമ്പോൾ ഒരു പുളിയൊക്കെ കിട്ടത്തില്ല, അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ്, അതിന് പകരമായിട്ടാണ് നമ്മൾ തൈര് ചേർക്കുന്നത്. അതുപോലെ നല്ല സോഫ്റ്റ് ആവാനൊക്കെ വേണ്ടിയിട്ടും ഫ്ലഫി ആവാനായിട്ടും വേണ്ടിയിട്ടും. അപ്പോൾ തൈരിന് പകരം എന്തെന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഇത് സൂത്രപ്പണി ആയതുകൊണ്ട് തന്നെ തൈര് മസ്റ്റായിട്ടും ചേർക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ഈനോ സോൾട്ട്, ഇതിൽ ഏതെങ്കിലും 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.